അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ 5 തവണ ചെയ്യൽ നിർബന്ധമായ സ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ ഉള്ളത്. ഇത് 6ാമത്തെ ഭാഗമാണ് എന്ന് ഉണർത്തുകയാണ്. ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കുറേ തക്ബീറുകൾ ചൊല്ലി. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് കരുതി, അല്ലാഹു അക്ബർ എന്ന് കരുതി. പിന്നെ മറ്റൊന്നും ഉദ്ദേശിക്കാതെ വീണ്ടും അല്ലാഹു അക്ബർ. അങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം തക്ബീർ ആവർത്തിച്ചാൽ അതവൻ്റെ നമസ്കാരത്തെ ബുദ്ധിമുട്ടാക്കുകയില്ല. ആദ്യത്തത് കൊണ്ട് ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് എങ്കിൽ, ഇനി തക്ബീർ ചൊല്ലുന്ന സമയത്ത് ഞാൻ നമസ്കാരം തുടങ്ങുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഓരോ തക്ബീർ ചൊല്ലുകയും, ഒരു തക്ബീർ ചൊല്ലി പിന്നീട് അതയച്ചു, രണ്ടാമതും തക്ബീർ ചൊല്ലി, ഇങ്ങനെ എല്ലാ തക്ബീറുകളെ കൊണ്ടും അവൻ നമസ്കാരം തുടങ്ങുകയാണ് എന്നുദ്ദേശിച്ചാൽ ഇരട്ടകളെ കൊണ്ട് അവൻ നമസ്കാരത്തിൽ നിന്ന് പുറപ്പെടുകയും ഒറ്റകളെ കൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഞാൻ നമസ്കാരം തുടങ്ങുന്നു എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ഒരു പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, പിന്നെ കൈ അയച്ചു, എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ചൊല്ലിയാൽ ആ നമസ്കാരത്തിൽ നിന്ന് രണ്ടാമത്തേത് കൊണ്ട് പുറത്തു വരികയാണ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ തക്ബീർ കൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒറ്റകളെ കൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ഇരട്ടകളെ കൊണ്ട് നമസ്കാരത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും എന്നാണ്. ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും തക്ബീർ ചൊല്ലുന്ന സമയത്തൊരു വസ്വാസ്. അത് കിതാബുകളിലൊക്കെ വിവരിക്കുന്നുണ്ട്. ഫതുൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൻ്റെ 1-ാം ഭാഗം 235 കാണാം. വഅലം, നീ അറിയുക, അന്നൽ വസ്വസത ഇൻദ തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തുള്ള വസ്വാസ് മിൻ തലാഉബി ശൈത്താനി, അത് ശൈത്താൻ്റെ വിനോദത്തിൽപ്പെട്ടതാണ്. ശൈത്താൻ്റെ ഒരു കളിയാണത്. നിസ്കരിക്കുന്ന ആളുമായിട്ട് കളിക്കുകയാണ് അവൻ. അത് ശ്രദ്ധിക്കണം. മാത്രമല്ല അതേ കിതാബിൽ കാണാം, മൻ കസുറത്ത് വസ്വസതുഹു ഫി സ്വലാത്തി, ഒരാൾക്ക് നിസ്കാരത്തിൽ വസ്വാസ് അധികരിച്ച ഫൽ യസ്തഇദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവൻ ആദ്യമായി എന്ത് വേണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും, എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശൈത്താനിർ വസ്വസതി ഖൻസബ് എന്ന് 3 പ്രാവശ്യം ചൊല്ലുകയും, ആവർത്തിക്കുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്, വീണ്ടും വീണ്ടും കേട്ട് നോക്കാം എന്ന് ചൊല്ലുകയും വേണം. എന്നാൽ വസ്വാസ് നീങ്ങും എന്നാണ്. അതേപ്രകാരം ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ സാദുലി, ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ അലിയു സാദുലി എന്നവരെ പറയുന്നതായി കിതാബിൽ കാണാം. വലത്തെ കൈ നെഞ്ഞിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് വസ്വാസുള്ള വ്യക്തിയുടെ വസ്വാസ് പോകാനുള്ള കാര്യമാണ് പറയുന്നത്. ചിലർക്കൊക്കെ നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാവാം. വലത്തെ കൈയിടത്തെ നെഞ്ഞിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫഅൽ, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫഅൽ 7 പ്രാവശ്യം ഇത് ചൊല്ലുക. പിന്നീട് അവൻ പറയണം ഈ ആയത്ത്, വാവില്ലട്ടോ, ഈ ആയത്തും ഓതിയാൽ വസ്വാസ് നീങ്ങിക്കിട്ടും എന്നാണ്. അത് ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ അലിയു സാദിലി തങ്ങളെ നിർദ്ദേശിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഉണർത്തുകയാണ്. വസ്വാസൊന്നും കൂടാതെ
അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ ചാനലിൽ അംഗങ്ങളായ മുഴുവൻ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹു നീക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.